അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാൽ അതിനുവേണ്ടി ഒരു മിക്സിന്റെ ജാറിലേക്ക് ഞാൻ എന്താ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് അടിച്ചെടുത്തിട്ട് നമ്മുടെ അടിപൊളി ചിക്കനിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മസാലപ്പൊടികൾക്കായി കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ അത് അടിപൊളി കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് ചെറുനാരങ്ങയും കൂടി ഇട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി പൊരിക്കാൻ വെച്ചത് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ല ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ ഓരോന്നായിട്ട് നിരത്തി വെച്ച് അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് പൊരിക്കുമ്പോൾ കോൺഫ്ലവർ ഇടുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ. വേറൊരു പാത്രത്തിൽ ഇതാ കുറച്ച് കോൺഫ്ലവറും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ കൂടെ കുറച്ച് സോസും കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഉള്ളിയൊക്കെ ഇല്ലേ അതിന്റെ അകത്തേക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ സോസും ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ കോൺഫ്ലവർ കലക്കി ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലിന്റെ സോസ് കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഗൈസ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില്ലി ചിക്കൻ ഇല്ലേ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഹോം മെയ്ഡ് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ചില്ലി ചിക്കൻ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. നല്ല ചപ്പാത്തിന്റെ കൂടെ ഒരു 3-4 പീസ് ചിക്കനൊക്കെ എടുത്തിട്ട് ചില്ലിയെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു.